സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ആലുവയിലുള്ള വളരെ മനോഹരമായ KMEA കോളേജിലാണ്, എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടുത്തെ കുട്ടികളും അതിലുപരി ഇവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര എനർജറ്റിക്കാണ്. അവരിത് സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോകാം. ഓക്കെ, കമോൺ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബാലേട്ടൻ എന്ന ഹിറ്റ് സിനിമയിലെ മനോഹരമായ ഒരു ഡയലോഗാണ്. അത് ജഗതി ലാലേട്ടനോട് പറയുന്ന രസകരമായ ഒരു ഡയലോഗാണ്. അത് ഇവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിഹേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി ചരിയുന്ന മുത്തങ്ങയിലേക്കോ പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ നീയല്ല, നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4ാം ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുന്നള്ളാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയാമോ? ആണ്. നല്ല മനോഹരമായ കയ്യടി, ആംബിയൻസിൽ നല്ല മഴ. നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ പ്രത്യേകം പറഞ്ഞു മഴയത്ത് എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നുള്ളത്. കാരണം ഇതൊരു 100-500 എപ്പിസോഡുകൾ പോകാനുള്ളതാണ്. എനിവേ, നമ്മുടെ കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ വന്ന അതേ കോളേജ് തന്നെയാണ്. വളരെ മനോഹരമായ കുട്ടികളാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മളെ ഇവിടുത്തെ ടീച്ചേഴ്സും കൂടെ ഉണ്ട്, ഇല്ലേ? അപ്പോൾ എല്ലാവരും ഒരേ വൈബിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഒരാളെ വിളിക്കാം വേദിയിലേക്ക്. ആരാണ് വരുന്നത്? സീന ഭയങ്കര മിടിക്കാണ്. ഈ ആദ്യം തന്നെ നമ്മളൊരു വേദിയിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഭയങ്കര ഗട്ട്സ് വേണം. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതിന് പ്രത്യേക ഒരു കയ്യടി കൊടുക്കുക. എവിടെയാണ് നാട്? എവിടെയാണ്? പാലക്കാട്, ആലത്തൂര്. ആലത്തൂര് നല്ല സ്ഥലമല്ലേ? ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? ഞാനിവിടെ MCA ചെയ്യാണ്. അപ്പോൾ റെഡി? എല്ലാം ക്യാമറ നോക്കി വേണം ചെയ്യും. ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് എന്നൊരു ബാനറും നീട്ടി എഴുതി. അയ്യോ, നീട്ടി എഴുതി അയ്യോ എന്ന് അതിനകത്തുള്ളതാണോ? ഞാൻ തുമ്മിയതാ. ഒന്നുകൂടി. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് എന്നൊരു ബാനറും നീട്ടി എഴുതി റിഹേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെയും അതുകളുടെ തള്ളമാരെയും എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും തരാതെ, ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? മുത്തങ്ങയിലേക്കോ? പറയടോ, നീ എന്തായിരുന്നു എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ നീയല്ല, അവരുടെ തള്ളമാര്. ഈ ഗുളിക രാത്രി ഒരെണ്ണം വെച്ച് കഴിക്കുന്ന. 4ാം ദിവസം സംവിധായകൻ എഴുന്നള്ളാതെ വന്നപ്പോ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവര് എന്നെ ഒരു അക്ഷരം മാറ്റിയാ വിളിച്ചേ, അറിയാവോ? കുട്ടി കൊള്ളാം. അടുത്ത ആരാണ് വരുന്നത്? വരും. ഏറ്റവും കൂടുതൽ ഡയലോഗ് പറഞ്ഞു കൊടുത്തത്. അല്ല, ഇങ്ങോ അത് പിന്നെ വിളിച്ചല്ല. എന്താണ് പേര്? ഷെമിന. ഷെമിന മൈക്ക് കൈ വേണം? വേണം. ഓക്കെ. ഷെമിന ഏത് ക്ലാസ്സിലാണ്? MCA. ഇവിടെ നാട്? തൃശ്ശൂര്. ഈ സിനിമ കണ്ടയാണോ? പണ്ടെങ്ങാനും കണ്ടിട്ടുണ്ടോ? അവിടെ നോക്കി പറയണമല്ല. ഓക്കെ അല്ലേ? റെഡി, ആക്ഷൻ. ബാങ്ക് അസോസിയേഷൻ ഫാമിലി മീറ്റ് എന്ന ബാനർ നീട്ടി എഴുതി റിഹേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അവിടെ തള്ളമാരെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ, ഒരു വാക്ക് പോലും പറയാതെ താൻ എങ്ങോട്ട് മുങ്ങി? മുത്തങ്ങയിലേക്കോ? പറയടോ. നീ ചില സമയത്തുണ്ടല്ല ഒരു സംഭവമാണോ? സത്യമായിട്ട് നീ എന്തായിരുന്നു എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. കാഴ്ചവെച്ചടോ അവരല്ല, അവരുടെ തള്ളമാര്. സംവിധായകൻ എഴുന്നള്ളാണ്ട് വന്നപ്പോ അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അവരിപ്പോ എന്നെ ഒരു അക്ഷരം മാറ്റിയിട്ടാ വിളിക്കുന്നത്, അറിയോ? അടിപൊളി, സൂപ്പർ. കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. അപ്പോൾ ഏതിനാ മോൻ പഠിക്കുന്നത്? MCA. നാട് എവിടെയാ? കോട്ടയം. ഡയലോഗ് പഠിച്ചല്ലോ? കുഴപ്പമില്ല. അപ്പോൾ ഡയലോഗ് മൊത്തം അതിൽ നോക്കി ആക്ട് ചെയ്തുകൊണ്ടോ പറയാം. ഏറ്റവും നല്ലോണം ആക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഫസ്റ്റ് പ്രൈസ്. പ്രൈസുകളുണ്ട്, ഒരുപാട് പ്രൈസുകൾ കേട്ടോ. അപ്പോൾ റെഡി, ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റിംഗ് ബാനർ നീട്ടി എഴുതി റിഹേഴ്സലോ കോപ്പ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടിമാരെയും അതിങ്ങനെ തള്ളമാരെ എൻ്റെ തലയിൽ കെട്ടി വെച്ച് ഒരു വാക്ക് പോലും പറയാതെ ഒരു
ഒരു ലീവ് പോലും തരാതെ ഒരു വാക്ക് പോലും പറയാതെ താൻ എങ്ങോട്ട് പോയി മുത്തങ്ങയിലേക്കോ പറയണോ? ഞാൻ എന്നോട് പറഞ്ഞത് ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിക്കുന്ന പ്രകടനം കാഴ്ച വെച്ചടോ. നീയല്ല അവരുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും സംവിധാനം എഴുന്നള്ളാതെ വന്നപ്പോൾ എഴുന്നള്ളാതെ വന്നപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായി പോയി. സംവിധാനം എഴുന്നള്ളാതെ വന്നപ്പോൾ അതുവരെ എന്നെ സാറേ എന്ന് വിളിച്ച അതുങ്ങളെ തള്ളമാര്. അതിനുശേഷം ഒരു അക്ഷരം മാറ്റി എന്നെ വിളിച്ചേ, അറിയാവോ? അടിപൊളി, സൂപ്പർ സൂപ്പർ. ശരി സാർ. അടുത്തതായിട്ട് ഒരു മിസ്സിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. മിസ്സിനിവിടെ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണല്ലോ. ഏത് ഡിപ്പാർട്ട്മെന്റാണ്? MC കമ്പ്യൂട്ടർ സയൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. മിസ്സിന്റെ പേര്? നമിത. നാട് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ തന്നെ, ആലുവ തന്നെ. റെഡി, 1 2 3 ഗോ. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് എന്ന ബാനറും നീട്ടി എഴുതി റിഹേഴ്സൽ കോപ്പും മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടിമാരെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് നീ ഒരു ലീവ് പോലും തരാതെ ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ട് പോയി? മുത്തങ്ങയിലേക്കോ? പറയടോ. നീ എന്തായിരുന്നു എന്നോട് പറഞ്ഞേ? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നോ? വെച്ചോടോ, പ്രകടനം കാഴ്ചവെച്ചു. അവരല്ല, അവരുടെ തള്ളമാര്. 4 ദിവസം കഴിഞ്ഞ് സംവിധായകൻ വരാതായപ്പോ അവരെല്ലാവരും എന്നെ സാറേ എന്നല്ല വിളിച്ചത്, ഒരക്ഷരം തെറ്റിയാണോ വിളിച്ചത്, അറിയാമോ? ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി കൊടുക്കുക. എന്താണ് പേര് നമ്മളുടെ? ഹന. ഓക്കെ, ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മീറ്റ് റിഹേഴ്സൽ ഫാമിലി മീറ്റ് മണ്ണാർക്കാടോ? എന്താണ്? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നത് കരുതിയാൽ മതി. അസോസിയേഷൻ അവിടെ ഉള്ളതാണോ? ബാങ്ക് എംപ്ലോയീസ് ഫാമിലി മീറ്റ് റിഹേഴ്സൽ ഒന്ന് തുടങ്ങുമ്പോൾ എല്ലാം മാറ്റി കളഞ്ഞ് ഇനി തുടങ്ങാൻ ഒന്നേന്ന്. ഓ, വെറും വാസുദേവൻ. വെറും വാസുദേവൻ. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് എന്ന് ബാനറും നീട്ടി എഴുതി റിഹേഴ്സൽ കോപ്പ് മണ്ണാകട്ട എന്നും പറഞ്ഞ് 12 നടിമാരെയും അതുങ്ങളെ തള്ളകളുടെയും എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് ലെറ്റർ പോലും തരാതെ ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ട് മുങ്ങി നീ? മുത്തങ്ങയിലേക്കോ? പറയടോ. നീ എന്തായിരുന്നു എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ അനുസ്മരിക്കുന്ന നാടകങ്ങൾ പ്രകടനം കാഴ്ചവെക്കുമെന്നോ? വെച്ചടോ. അവരല്ല, അവരുടെ തള്ളമാര്. 4 ദിവസത്തിന് ശേഷം സംവിധായകൻ എഴുന്നള്ളാതായപ്പോൾ അതുവരെ സാറേ എന്ന് വിളിച്ച് അവരെന്നെ പിന്നീട് ഒരു വാക്ക് മാറ്റിയാണ് വിളിച്ചത്, അറിയാമോ? ഓക്കെ, താങ്ക് യു. ആദ്യ എപ്പിസോഡ് മുതൽ ഇവിടെ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മളോടൊപ്പം നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തന്ന് ഒരു സ്റ്റുഡൻറ്റിനേക്കാൾ ഭയങ്കര എനർജിയായി നിന്ന ഒരു അധ്യാപകനാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. വരും. എൻ്റെ പേരെന്താ? അജു. ഞാൻ ബേസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റാണ്. കോളേജിന്റെ പ്ലേസ്മെന്റ് ഓഫീസറും കൂടെയാണ്. കോട്ടയാണ്. റെഡി, ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് ഫാമിലി അസോസിയേഷൻ മീറ്റ് എന്ന് വലിയ ബാനർ എഴുതി കെട്ടി 12 നടിമാരെ അവരുടെ തള്ളമാരെ എൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് നീ പോയപ്പോഴത്തേക്കിന് എന്താ സംഭവിച്ചേ? പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്. ലീവ് പോലെ എഴുതി തരാതെ നീ എങ്ങോട്ടാ മുങ്ങിയത്? മുത്തങ്ങയിലോട്ടോ? പറയടോ, എന്തായിരുന്നു നീ പറഞ്ഞത്? ഷേക്സ്പിയറിനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നോ? കാഴ്ചവെച്ചടോ. അവരല്ല, അവരുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4 ദിവസം കഴിഞ്ഞ് സംവിധായകൻ മേലങ്കി ധരിച്ചു വരാതിരുന്നപ്പോഴത്തേന് അവര് സാറേ എന്ന് വിളിച്ചു നടന്നവര് ഒരക്ഷരം മാറ്റി വിളിച്ചടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. അതെ, അവിടെ നമ്മൾ പറയുന്നത് നല്ല സുഖമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാകുന്ന ഇതൊന്നും അല്ല, നമ്മളൊന്നും അല്ല. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണവരെ ടീം എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. ഫസ്വിൻ എന്താണ് എൻ്റെ മീനിങ്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വളരെ മനോഹരമായൊരു പേര്. മീനിങ് അറിയില്ല. അതിനൊരു മീനിങ് കാണും എന്തായാലും. അതിന് വീട്ടിൽ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അവിടെ നോക്കി ആക്കിയത്. ബാങ്ക് എംപ്ലോയി അസോസിയേഷൻ ഫാമിലി മീറ്റിംഗ് എന്ന ബാനറും നീട്ടി എഴുതി. പാട്ട് പാടാനല്ല പറഞ്ഞത്. എങ്ങനെ പറയാ അറിയുള്ളൂ. ഒന്നുകൂടെ പോട്ടെ, എന്നാ പോട്ടെ. എന്താരോ മഹാനുഭാവുലു 12 നടിമാരെയും അവരുടെ തള്ളമാരെയും
എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും പറയാണ്ട് താൻ എങ്ങോട്ടാടാ മുങ്ങിയെ മുത്തങ്ങയിലേക്കോ പറയടോ. ഏതോ ഒരു മന്ത്രി പ്രസംഗിക്കുന്ന ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നോ? വെച്ചടോ. അവരല്ല അവരുടെ തള്ളമാര്. റിഹേഴ്സൽ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ്. പക്ഷെ നിന്നൊരു ആക്ടർ ഞാൻ കാണുന്നു ഇല്ലെന്നാ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത്ര നന്നായിട്ടില്ല. റിഹേഴ്സൽ കഴിഞ്ഞ് 4-ാം ദിവസവും സംവിധായകൻ എഴുന്നള്ളാതെ വന്നപ്പോൾ സാറേ സാറേ എന്ന് വിളിച്ചവരുടെ തള്ളന്മാര് വിളിച്ചടോ ഒരക്ഷരം മാറ്റിയാണ് എന്നുള്ളൂ. ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു. അതിന് എന്നോട് ചൂടാകേണ്ട കാര്യമുണ്ടോ? ഫാദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥമുള്ളോ ഫാദർ? വിട്ടോ, ഈ ഏരിയ കൊണ്ടുപോയി വിട്ടോ. തുടങ്ങിയ ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അടുത്തായിട്ട് നമ്മുടെ കോളേജിന്റെ എച്ച് ഒ ഡിയാണ് വിളിക്കുന്നത്. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? ഞാൻ ഡോക്ടർ ബേനസീർ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അപ്പോൾ നമുക്ക് മിസ് നമ്മുടെ ഈ ഡയലോഗ് പഠിച്ചിരിക്കുകയാണ്. ആക്ടിങ് സ്കില്ലും കൂടാതെ ഒരു ഗായികയും കൂടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ പാട്ട്, ഹിന്ദി പാട്ട് മനോഹരമായിട്ട് പാടുമെന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അപ്പം രണ്ടുപേരും പാട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്ത് സ്റ്റുഡൻസിനടുത്ത് അങ്ങനെയൊക്കെ മാത്രമേ പാടാറുള്ളൂ. വെളിയിലേക്ക് അങ്ങനെ പാടാറില്ല. ഈ വേദിയിൽ വരുമ്പം പാട്ട് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഉസ്നെ ബാത് കേ കുച്ച് ऐसे ढंग से सपने दे गया वो हजारों रंग पे रह जाऊं जैसे मैं हार के और झूमे वो मुझे प्यार से चाहे तुम कुछ ना कहो मैंने सुन लिया के साथी प्यार का मुझे चुन लिया मैंने सुन लिया पहला नशा पहला खुमार नया प्यार है नया इंतजार कर लो मैं क्या अपना हाल हे दिले बेकरार मेरे दिले बेकरार तू ही बता. താങ്ക് യു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. അമീർ ഖാൻ അഭിനയിച്ച ജതിൻ ലളിത് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ. തുജെ ദേഖാത്തോ ജാനസന അതൊക്കെ ചെയ്ത അവരാണ് മ്യൂസിക് ചെയ്തത്. ഒരു സമയത്തെ വമ്പൻ ഹിറ്റായിട്ടുള്ള എവർഗ്രീൻ സോങ്ങാണ്. വളരെ മനോഹരമായിട്ട് പാടി. നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. ആ സ്കില്ല് കൂടെ നോക്കാം. റെഡിയല്ലേ? ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് എന്ന ബാനറും നീട്ടിക്കെട്ടി റിഹേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞ് 12 നടിമാരെ അവരെ തള്ളമാരെ എൻ്റെ തലയെ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്ക് പോലും പറയാതെ താൻ എങ്ങോട്ടാണോ പോയത്? മുത്തങ്ങയിലേക്കോ? പറയടോ. ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിട്ട് കാഴ്ചവെച്ചടോ. അവരല്ല, അവരുടെ തള്ളമാര്. 4 ദിവസം കഴിഞ്ഞിട്ടും സംവിധായകന്റെ മേലങ്കി അടിച്ച ആൾ ഇതുവരെ വരാത്തത് കൊണ്ട് അവരുടെ തള്ളമാർ എന്നോട് സാറേ 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 എന്ന് പറഞ്ഞ് വിളിച്ചു നടന്നവര് വിളിച്ചടോ. ഒരക്ഷരം മാറ്റിയേ വിളിച്ചെന്നേ ഉള്ളൂ. അടിപൊളി. എന്തല്ലേ? അപ്പോൾ ടീച്ചറിൻ്റെ വളരെ മനോഹരമായ പ്രകടനത്തിന് ശേഷം അടുത്തെത്തുന്നു നന്ദന. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടീച്ചറിന്റെ പ്രകടനം? വളരെ മനോഹരം, വാക്കുകളില്ല. ഓക്കെ, ഏതിനാണ് നമ്മൾ പഠിക്കുന്നത്? NCA. ഇവിടെ എല്ലാവരും MCA സ്റ്റുഡൻ്റ് ആണല്ലേ? ബിടെക് സ്റ്റുഡൻസ്. ഓക്കെ. ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ബാനർ നീട്ടി എഴുതി 12 നടിമാരെയും അവരുടെ തള്ളമാരെയും എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്ക് പോലും പറയാതെ താൻ എങ്ങോട്ടാടോ മുങ്ങിയത്? മുത്തങ്ങയിലേക്കോ? പറയടോ. താൻ എന്തായിരുന്നു എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നോ? കാഴ്ച വെച്ചടോ. നടിമാരല്ല, അവരുടെ തള്ളമാര്. 4-ാം ദിവസവും സംവിധായകൻ എഴുന്നള്ളഞ്ഞപ്പോ അവരുടെ തള്ളമാര് പിന്നെ
അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസവും സംവിധായകൻ എഴുന്നള്ളാഞ്ഞപ്പോ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവരുടെ തള്ളമാര് പിന്നെ എന്നെ വിളിച്ചത് ഒരു അക്ഷരം മാറ്റിയ അറിയാവോ? നിനക്ക് എന്തൊരു ബുദ്ധിയാടാ കീടം. ഒന്ന് അനങ്ങി വാ. അവരൊക്കെ കിടന്നുണ്ട് കയ്യിലോട്ട്. എന്തോ പേര്? അമീൻ. അമീൻ. എവിടെ? നാട് എവിടെയാണ്? തൃശ്ശൂര്. MCA തന്നെയാണ്. അതെ. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്? റെഡി, ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് എന്ന ബാനറും കെട്ടിവെച്ച് 12 നടിമാർ അവരെ തള്ളമാരന്റെ തലയെ കെട്ടിവെച്ചിട്ട് ഒരു ലീവ് പോലും പറയാണ്ട് ഒരക്ഷരം പോലും പറയാണ്ട് താൻ എങ്ങോട്ട് മുങ്ങിയടോ? പറയടോ മുത്തങ്ങയിലേക്കോ? താനെന്താ പറഞ്ഞത്? ഷേക്സ്പിയർ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ? അവരല്ല അവരുടെ തള്ളമാരി. 4 ദിവസമായിട്ട് സംവിധായകൻ എഴുന്നള്ളാങ്ങിയപ്പോൾ സാറേ സാറേ എന്ന് വിളിച്ചു നടന്ന അവരുടെ തള്ളമാരി ഒരക്ഷരമാണ് എന്നോട് മാറ്റി പറഞ്ഞത്. അല്ല, ഒരക്ഷരം മാറ്റിയാണ് എന്നെ വിളിച്ചത്. അറിയാമോ? കറക്റ്റ് തന്നെ. ഇതൊന്നും കൂടെ നല്ല രീതിയിൽ ആക്ട് ചെയ്ത് പറയുന്നു. കറക്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. റെഡി, നടന്നു പറയാം. ഓക്കെ, എന്റെ പൊന്നോ വേണ്ട. ആക്ഷൻ. ബാങ്ക് എംപ്ലോയീസ് എന്ന ബാനറും കെട്ടിവെച്ച് 12 നടിമാരെ അവരെ തള്ളമാരെന്നെ തലയെ കെട്ടിവെച്ച് ഒരു ലീവ് പോലും പറയാണ്ട് ഒരക്ഷരം പോലും പറയാണ്ട് താൻ എങ്ങോട്ട് പോയടോ? മുത്തങ്ങയിലേക്കോ? പറയടോ. താൻ എന്താ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ അനുസ്മരിപ്പിക്കുന്ന നാടകം കാഴ്ചവെക്കുമെന്ന്. വെച്ചടോ? അവരല്ല അവരെ തള്ളമാരി. 4 ദിവസമായിട്ട് സംവിധായകൻ എഴുന്നള്ളാങ്ങിയപ്പോൾ അതുവരെ സാറേ സാറേ എന്ന് വിളിച്ച അവര് സാറേ 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 സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം എന്ന് വിളിച്ചവര് ഒരക്ഷരം മാറ്റിയാണ് അതെന്നെ വിളിച്ചത്. അറിയാമോ? അടിപൊളിയാ, സൂപ്പർ. അടുത്തതായിട്ട് ഇങ്ങോട്ട് നമ്മുടെ MCA തന്നെയാണ് പഠിക്കുന്നത്. ബിടെക് ആണ്. ഓക്കെ, ഏതാ? കമ്പ്യൂട്ടർ. പിന്നെ നാട് എവിടെയാണ്? നാട് നെടുമ്പാശ്ശേരി. അപ്പൊ തുടങ്ങിയാലോ നമുക്ക് അങ്ങോട്ട്? റെഡി, ആക്ഷൻ. സാർ ആക്ഷൻ. ഞാൻ അഭിനയിക്കണോ? റെഡി, ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. മൈക്ക് വേണം? കൈ വേണം? വേണ്ട. ബാങ്ക് എംപ്ലോയി അസോസിയേഷൻ ഫാമിലി മീറ്റ്. ഓരോ വാക്ക് നിനക്ക് പറഞ്ഞു തരണോടാ? പഠിച്ചല്ല ഞാൻ. ഒരു 5 മിനിറ്റ് സമയം തരാണെങ്കിൽ. 5 മിനിറ്റ് സമയം കൊടുത്തോ? ഒരു 2 മിനിറ്റ് സമയം കൊടുക്കണം. സാർ ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. യെസ്. അപ്പം എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തെങ്കിലും നമുക്കൊക്കെ അറിയാം ഒരാൾ അതിർക്ക് മേലെ ഒരു പോസിറ്റീവ് എനർജിയും വളരെ ഒരുപാട് ടാലൻ്റുള്ള ഒരു മിസ്സ്. ഞാൻ ആ മിസ്സിനെ വിളിക്കുകയാണ്. ഡോക്ടർ ബനസീർ മിസ്. അപ്പം കൺഗ്രാറ്റ്സ്. നമ്മുടെ എമ്മി വാലി മില്ലറ്റ് പ്രൊഡക്റ്റാണ്. സാധാരണ സ്നാക്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കണമെന്നുള്ളത്. അപ്പം മില്ലറ്റിൻ്റെ പ്രൊഡക്റ്റാണിത്. അപ്പം കൺഗ്രാറ്റ്സ്. നരേഷ് ദം നാച്ചുറലി. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്ത വളരെ മനോഹരമായി പെർഫോം ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് അതിമനോഹരമായി പെർഫോം ചെയ്ത ഒരാളെയാണ് വിളിക്കുന്നത്, മിസ്റ്റർ ജെറി. ജെറി വളരെ നല്ല രീതിയിൽ അത് ആക്ട് ചെയ്തു. വളരെ മനോഹരമായിരുന്നു ജെറി. ജെറിക്ക് നൽകുന്നു എമ്മി വാലിയുടെ ഒരു മില്ലറ്റ് പ്രോഡക്റ്റാണ്. ഇത് കഴിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് വാങ്ങുക. നരേഷ് ദം നാച്ചുറൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ, യെസ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു ഷമീന. ഹായ്. ഷമീന വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, ക്രിസ്മസ് ന്യൂ ഇയർ. അപ്പോൾ ഒരുപാട് കേക്കുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കേക്കിൻ്റെ ഫാം തന്നെ തൃശ്ശൂരുണ്ട്. വേണ്ട, കേക്ക് ഫാം എന്ന് തന്നെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വളരെ മനോഹരമായ അതീവ രുചിയുള്ള കേക്കാണ്. തൊട്ട് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് പോവും. അപ്പോൾ അത് ഒറ്റയ്ക്ക് കഴിക്കരുത്, എല്ലാം കൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇല്ല ഞങ്ങൾ മേടിക്കുമെന്ന്. ഓക്കെ, അപ്പം കൺഗ്രാറ്റ്സ്. പിന്നെ മാമിയ വെൽനസ് ഡയമണ്ട് ഫേസ് കിറ്റാണ്. സൗന്ദര്യം ഉണ്ട് എങ്കിലും കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒറ്റയ്ക്ക് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് വിളിക്കുന്നു സീന. സീന മനോഹരമായി പെർഫോം ചെയ്തതിലുപരി ആദ്യം തന്നെ വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു ഗട്ട്സാണ്, അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതിന് നല്ലൊരു കയ്യടിയും കൂടി കൊടുക്കുക.
എവിടെ നമ്മൾ ആദ്യം എല്ലാത്തിനും മുൻപന്തിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ PR കേക്ക്സ് നൽകുന്ന ഒരു മനോഹരമായ കേക്കാണ്. ഓരോ ബൈറ്റിലും മനം നുകരും, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും കൂടെ കൊടുക്കണം. ഓക്കെ, യെസ്. അടുത്തതായിട്ട് വിളിക്കുന്നു മിസ്റ്റർ അമീൻ. അമീൻ നല്ല വൃത്തിയായിട്ട് തന്നെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. അമീന് ഹൈ റേഞ്ചിൻ്റെ മലനിരകളിൽ നിന്ന് RMSൻ്റെ ഒരു ടീ കണ്ടോ, അത് വളരെ രസകരമായിട്ട് ചായ കുടിക്കുമല്ലേ? ഓക്കെ. പിന്നെ അത് കൂടാതെ തന്നെ സൂര്യമാർക്ക് വാഷിംഗ് സോപ്പ്, ലവ് അറ്റ് ഫസ്റ്റ് വാഷ്, മനസ്സിലായോ? അത് മാത്രമല്ല നമ്മുടെ കൈകളൊക്കെ അതേപോലെ, കൈയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ചില സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ കൈയുടെ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടും, വസ്ത്രങ്ങളും നശിച്ചു പോകും. പക്ഷേ ഇതിട്ട് കഴുകിയാൽ വസ്ത്രങ്ങൾ ഒന്നും കൂടെ തിളക്കം കൂടും, കൈകൾക്ക് കുറച്ച് നല്ല ഭംഗിയും കൂടും. സോ കൺഗ്രാജുലേഷൻസ്. യെസ്. അടുത്തതായിട്ട് മനോഹരമായി ആക്ട് ചെയ്ത ഒരു മിസ്സിനെ കൂടി ഞാൻ വിളിക്കുകയാണ്. മിസ് പ്ലീസ്. പേര് ഞാൻ വിട്ടു, നമിത എന്നായിരുന്നു. നമിത, ഓക്കെ. അപ്പം TQ ഫുഡ്സ് നൽകുന്ന ടേസ്റ്റി ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു ഗിഫ്റ്റാണ്. പൈതൃക രുചികൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ട് TQ ഫുഡ്സ് നൽകുന്ന ഒരു ഗംഭീര ഗിഫ്റ്റ്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മളോടൊപ്പം നിന്ന് ഈ പ്രോഗ്രാമൊക്കെ വൻ വിജയമാക്കി തീർത്ത, നമ്മളോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത, വിജയമാക്കി തീർക്കാൻ സപ്പോർട്ട് ചെയ്ത അധ്യാപകൻ അവസാനം വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പോയെങ്കിലും പൂർവാധികം ശക്തിയോടെ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുകയായിരുന്നു. അജു സാർ വേദിയിലേക്ക് വരിക. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് വെള്ളം കുടിച്ചു. ഓക്കെ. അപ്പോൾ ഇന്ത്യസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡെപൂൾ നൽകുന്ന മനോഹരമായ ഒരു ഗിഫ്റ്റ്. യെസ്. ഇപ്പോൾ ശരിയാക്കി തരാം. പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വളരെ മനോഹരമായ കോളേജും, അത് കുട്ടികളെക്കാൾ ഉപരി എനർജറ്റിക് ആയിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. സോ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കോളേജിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.